ഹലോ ഗൈസ്, വെൽക്കം ടു ജിജേവേഴ്സ്. മധുരൈ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം ട്രിവാൻഡ്രം ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഞാനും വിക്കിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ചിക്കൻ ഫ്രൈയും ചിക്കൻ ലിവർ ഫ്രൈയും പൊറോട്ടയൊക്കെ ചേർത്ത് നല്ലൊരു ഫുഡ് കഴിച്ചു. വയറ് നിറയെ ആസ്വദിച്ച് കഴിച്ചു. പൊറോട്ടയൊക്കെ നല്ല മുരുമുര എന്നുള്ള പൊറോട്ടയാണ്. നമുക്കറിയാമല്ലോ, ഐശ്വര്യ ഹോട്ടൽ ട്രിവാൻഡ്രത്ത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഉച്ചയ്ക്ക് ഊണും രാത്രി ഫുഡും എല്ലാം സൂപ്പറാണ്. ഞങ്ങളങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേ വിശാഖേട്ടനെ കണ്ടു. വിശാഖേട്ടനെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. സോ ഞങ്ങളൊരു പിക്കൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ട്രെയിനിലേക്ക് വെച്ച് പിടിക്കുകയാണ്. രാത്രി കയറിയിട്ട് അതിരാവിലെ എത്തുന്ന ട്രെയിനാണ്. സോ ഞങ്ങൾ ട്രെയിനിൽ കയറി കുറച്ച് നേരം പാചകമൊക്കെ അടിച്ചിരുന്നതിന് ശേഷം സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങി. അലാറം അടിച്ചപ്പോഴത്തേക്ക് ഏകദേശം മധുര എത്തി. രാവിലെ 3 മണിയാണ്. ഞങ്ങൾ എണീറ്റു. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നേരെ നടക്കാൻ തുടങ്ങി. ഓട്ടോക്കാരൊക്കെ വന്ന് പൊതിഞ്ഞെങ്കിലും ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല, നേരെ വെച്ച് പിടിച്ചു. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് നടയുടെ അടുത്തുള്ള ഹോട്ടൽ വെസ്റ്റ് ടവറാണ്. സോ അവിടെ എത്തി. വലിയ വൃത്തിയൊന്നുമില്ലാത്ത റൂമാണ്, പക്ഷേ ഞങ്ങൾ അവിടെ എത്തി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് കിടന്നൊന്ന് ഉറങ്ങി. നല്ല സുഖമായി ഉറങ്ങിയതിന് ശേഷം രാവിലെ നല്ല ഫ്രഷായിട്ട് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായിട്ട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞങ്ങൾ ഹോട്ടലും പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി. ഇതാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള വ്യൂ. ദെൻ ഞങ്ങൾ ഒരു ചായക്കടയിലേക്ക് ഒന്ന് പോവുകയാണ്. കുടിക്കാനായിട്ട് ചായയും കട്ടൻ ചായയൊക്കെ പറഞ്ഞു. കടിയായിട്ട് നമ്മൾ അവിടുത്തെ കാരാവട കണ്ടിട്ട് അതൊന്ന് പറഞ്ഞു നോക്കി. എന്താണ് ഐറ്റം നോക്കാമല്ലോ. ഞങ്ങളുടെ അവിടുത്തെ കാരാവട പോലെയല്ല ഇത്. ആദ്യം വിശാഖേട്ടനൊന്ന് ടേസ്റ്റ് ചെയ്ത് പുള്ളിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദെൻ ഞാനും വിക്കിയും കഴിച്ചു നോക്കി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വിക്കിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാനും വിശാഖനും കൂടെ അതങ്ങ് ഫിനിഷ് ചെയ്തു. ഷുഗർ കട്ടായതുകൊണ്ട് ഞാൻ മാത്രം മധുരമില്ലാത്ത ഒരു ലെമൺ ടീ ആണ് കുടിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. ദെൻ ഞങ്ങൾ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇത്തവണ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ ഒരുപാട് ചെറുകടികൾ കിട്ടുമെന്ന് പറഞ്ഞു. സോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ അവിടെ ചെന്നു. ആമവട, പരിപ്പ് വട, ഉഴുന്ന് വട, കാരാവട, എല്ലാ വടയുടെയും ചെറിയ ചെറിയ സൈസ് സാധനങ്ങളാണ്. വലിയ വിലയൊന്നുമില്ല, 2 രൂപയേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിപ്പ് വട, ആമവടയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപ്പ് വടയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല, ചെറിയ സൈസിൽ നല്ല മുരുമുരാന്നിരിക്കുന്ന അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളൊരു പരിപ്പ് വടയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ നല്ല ചൂട് ബജി ചുടുന്നതാണ് ഞങ്ങൾക്ക് കൂട്ടി വന്നിട്ട് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബജിയുടെ കൂടെ ഒരു ചട്നിയൊക്കെ ഇട്ട് തന്നു. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്, നല്ല ചൂടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നടക്കുവാണ്. നമ്മളതിങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ റോഡ് സൈഡിൽ ഒരുത്തൻ റോഡ് സൈഡ് ടാറ്റു സെൻ്ററൊക്കെ കണ്ടു. ഒരു വെറൈറ്റി. ദെൻ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ഉന്മേഷഭരിതമാക്കിയിട്ട് നേരെ അടുത്ത സ്പോട്ടിലേക്ക് കുറച്ച് നാട്ടിലേക്ക് കുറച്ച് ടോയ്സൊക്കെ മേടിക്കാൻ നേരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അതാ അവിടെ ഒരു സാധനം ഇരിക്കുന്നു. ചൺ 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 ബാഹുബലി. അതെ, ബാഹുബലിയുടെ വാള്. പിന്നെ അടുത്തത് വേറൊരു ടോയ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ജിഗിൾ ടോയ്. പിന്നെ നല്ല സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് തീർക്കാൻ പറ്റിയ മറ്റൊരു ടോയ്. അങ്ങനെ ഒരുപാട് ടോയ്സൊക്കെ കണ്ടു. ലാസ്റ്റ് ലിയോ ദാസിൻ്റെ തോക്കെടുത്തൊരു വെടിയും വെച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇഷ്ടം പോലെ പശുക്കളാണ് കേട്ടോ റോഡിന് മുഴുവൻ. കടകളുടെ അകത്തൊക്കെ പശു കയറിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ഉദ്ദേശം ചെട്ടിനാട് മെസ്സിൽ നിന്ന് നല്ലൊരു ഊണ് കഴിക്കാനാണ്. വെറൈറ്റി ഒരു സ്പോട്ടാണ് കേട്ടോ. മധുരൈ വരുമ്പോൾ മസ്റ്റ് ട്രൈ ആണ്. കയറുമ്പോൾ തന്നെ മെനുവും സാധനങ്ങളൊക്കെ തമിഴിൽ എഴുതി വെച്ചിരുന്നു. ഒന്നും മനസ്സിലായില്ല. എനിവേസ് നമ്മുടെ മുന്നിൽ മസാല വെട്ടിയ മീറ്റൊക്കെ കൊണ്ട് കാണിച്ചു തന്നു. അതിന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സെലക്ട് ചെയ്തു. ആദ്യം ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണിയാണ്. അവർ രണ്ടുപേരും ബിരിയാണി പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ഊണും പറഞ്ഞു. എന്തായാലും അവർ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കണ്ടു. നല്ല ജ്യൂസി ആയിട്ടുള്ള പീസസ് ആണെന്നൊക്കെ പറഞ്ഞു. ബിരിയാണിയുടെ ഒപ്പം മുട്ടയും സലാഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടുത്തതായിട്ട് ബ്രെയിൻ ഫ്രൈ കൊണ്ടുവന്നു. ഞാനാണ് അത് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെയിൻ ഫ്രൈ. എൻ്റെ ഊണും റെഡി ആയിട്ടുണ്ട്. ഇത് മട്ടൺ കോല ഉണ്ടയാണ്. ഇത് പ്രാവർച്ചിയാണ്, നമ്മുടെ പുറ. സോ ഞാൻ ആദ്യം കോല ഉണ്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സത്യം പറയാണ്ട് നമ്മുടെ നാട്ടിലെ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ കിടുക്ക് സാധനമാണ്. ഇഷ്ടം പോലെ മട്ടൻ്റെ പീസസ് ഒക്കെ വെച്ചിട്ട് നല്ല കിടിലം സാധനം. മസ്റ്റ് ട്രൈ ആണ്. മധുരയിൽ പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ബ്രെയിൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബ്രെയിൻ നല്ല നമ്മുടെ എന്താ പറയുക, നമ്മുടെ എഗ് വൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് കിണ്ടി പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെയിൻ പേഴ്സണലി. ദെൻ ഇത് പുറ അല്ലെങ്കിൽ പ്രാവ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. വളരെ ടെൻഡറായിട്ടുള്ള എന്നാൽ ഒരുപാടൊന്നും ഇല്ലാത്ത ഒരു കുറച്ച് മീറ്റുള്ള ഒരു സാധനമാണ്. വിക്കിയും വിശാഖനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. വിശാഖന് ഇഷ്ടപ്പെട്ടു. വിക്കി കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. അടുത്തായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത് ഫിഷ് ഫ്രൈ ആണ്. നല്ല ഉഗ്രൻ മീനാണ്. നല്ല പൊരിച്ചിങ്ങനെ വെച്ചിട്ട് നല്ല ഫ്രഷ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു മീനിൻ്റെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ആ ഒരു മസാലയെക്കാട്ടിയും കൂടുതൽ മീനിൻ്റെ ടേസ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി. സോ ഞങ്ങൾ അവിടെ നിന്ന് ജീരകമൊക്കെ കഴിച്ചിട്ട് മെല്ലെ മഴയത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. മധുരയിൽ മഴ. അതാ നല്ല മഴയത്തൂടെ വിശാഖം ദേ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം അടുത്ത സ്പോട്ട് എന്ന് പറയുന്ന ഒരു റോസ് മിൽക്ക് സ്പോട്ടാണ്. സോ അത് കുറച്ച് ദൂരെയാണ്. ഫോട്ടോയൊക്കെ പിടിച്ച് നേരെ വെച്ച് പിടിച്ചു റോസ് മിൽക്ക് സ്പോട്ടിലേക്ക്. മധുരയിൽ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു വില്ലേജ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സ്പോട്ടിൽ വന്നെങ്കിൽ റോസ് മിൽക്ക് ട്രൈ ചെയ്യണം. കിട്ടുന്ന സാധനമാണ്. സ്ട്രോബെറിയും അതും ഇതും എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യുമായിരിക്കും, എന്താണെന്ന് അറിയില്ല. എന്തായാലും കിഡ്ലൻ ടേസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് ഷുഗർ കട്ടായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അവർ നല്ല ആസ്വദിച്ച് കഴിച്ചു. ഞാൻ വിഷമം തീർക്കാനായിട്ട് പറഞ്ഞത് ഒരു ഫ്രഞ്ച് ഫ്രൈസാണ്, പെരി പെരി ഫ്രൈസ്. പക്ഷേ അത് കൂടുതൽ വിഷമിപ്പിക്കുന്നൊരു ഫ്രൈസായിപ്പോയി.
വലിയ ടേസ്റ്റൊന്നുമില്ല, അഴുകുഴവന്നിരിക്കുന്ന ഒരു ഫ്രൈസ്. എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ തന്നെ ഒരു കുഴഞ്ഞ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഫ്രൈസ്. എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാനാണ് നമ്മുടെ ഉദ്ദേശം. സോ റൂമിൽ പോയി കുടിച്ച് ഫ്രഷായിട്ട് മധുര മീനാക്ഷിയെ തൊഴാനായിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വെച്ച് പിടിച്ചു. ഞങ്ങൾ അവിടെ അകത്ത് വീഡിയോസ് അലോഡല്ല. സോ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്ലിക്ക് ചെയ്തു. രാത്രി നല്ല തൊഴാനായിട്ട് തിരക്കൊന്നുമില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ട് തൊഴുതു. ശിവേലിയൊക്കെ കണ്ട് തൊഴാൻ പറ്റി. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചു. നല്ല ദാഹമല്ലേ, ഒരു കുപ്പി വാങ്ങിച്ചും കൂടെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു മോഹം, ഒരു ജിഗർദണ്ഡ കുടിച്ചാലോ. പക്ഷേ കഷ്ടകാലത്തിന് ഞാൻ ഷുഗർ കട്ടല്ലേ. എന്തായാലും അവർക്ക് ഐഡിയ കൊടുത്തുകൊണ്ട് അവർ പോയി നല്ലൊരു മധുരൈ ഫേമസ് ജിഗർദണ്ഡയിൽ നിന്ന് ഒരു ജിഗർദണ്ഡ അങ്ങോട്ട് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ മുമ്പ് കുടിച്ചിട്ടുള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ കുറച്ച് നാളായി. എന്തായാലും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് കുടിച്ചിട്ട് കുറച്ച് ദൂരമൊക്കെ നടന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ ആണ്ടതാ രജനീകാന്ത് സാർ, നമസ്കാരം. അദ്ദേഹം ഒരു കുപ്പിയിലൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു കൊത്തു പൊറോട്ട, വെജ് കൊത്തു പൊറോട്ടയാണ് വിക്കി കഴിച്ചത്. നല്ല രുചിയുള്ള കൊച്ചു പൊറോട്ടയായിരുന്നു. ദെൻ അടുത്തതായിട്ട് ചില്ലി പൊറോട്ട, ഞാനതാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചില്ലി പൊറോട്ട. വിശായിട്ട് നല്ല പനീർ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തു. അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ വിക്കിക്ക് ഒരു മോഹം, ബദാം മിൽക്ക് കുടിക്കണം. സോ അപ്പുറത്തെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്ന് നല്ല ചൂട് ബദാം മിൽക്ക് വാങ്ങിച്ച് കുടിച്ചു. സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് വിക്കി പറഞ്ഞത്. സോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി കിടന്നുറങ്ങി. രാവിലെ നേരത്തെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് താഴെ വന്ന് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. സോ ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായയൊക്കെ കുടിച്ച് റെഡിയായി. അടുത്തതായിട്ട് പിന്നെ അമ്പലത്തിലേക്ക് ഞങ്ങൾക്ക് രാവിലെ ഒന്ന് തൊഴണമെന്നുണ്ട്. സോ നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു. ഓൺ ദ വേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള പ്ലാനുണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. മധുരൈ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ചെറിയൊരു കടയാണ്. അവിടെ ചെന്നു ഇരുന്നു. നല്ല ഇലയിലാണ് ഫുഡൊക്കെ വിളമ്പുന്നത്. ഞങ്ങൾ ദോശകൾ പലതരം, ഞാൻ റവർ റോസ്റ്റ്, പിന്നെ നെയ് റോസ്റ്റ്, മസാല ദോശ, എല്ലാവരും ഓരോ തരത്തിലുള്ള പറഞ്ഞു. അതിനോടൊപ്പം അവിടുത്തെ വേറൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ബ്രെഡ് അലുവ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കണ്ടു. സോ വിശായിട്ട് അത് പറഞ്ഞു. കഷ്ടകാലത്തിന് എനിക്ക് ഷുഗർ കട്ടായതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല. സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. നല്ല എന്താ പറയുക, കാണാൻ തന്നെ നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. നല്ല തിക്കായിട്ടുള്ള സൂപ്പർ കൺസിസ്റ്റൻസി ഉള്ളൊരു സാധനം. സോ മധുരൈ വരുന്നവർ എന്തായാലും ഈ ബ്രെഡ് അലുവ ഒന്ന് ട്രൈ ചെയ്യണം. കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു തമിഴ് വെഡിങ് ഒക്കെ കണ്ടു. കുറച്ച് നേരം അതൊക്കെ നോക്കി. എന്നിട്ട് ഞങ്ങൾ പിന്നെയും നേരെ അമ്പലത്തിലേക്ക് വിട്ടു. തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും നല്ല ദാഹമായി. സോ ഞങ്ങൾ ഓരോ സർബത്തും നാരങ്ങകളും ലൈം സോഡയൊക്കെ പറഞ്ഞു. അതൊക്കെ ഒന്ന് കുടിച്ച് ശരീരമൊക്കെ ഒന്ന് ഉന്മേഷമാക്കിയിട്ട് റൂമിലേക്ക് പോയി. അപ്പോഴേക്കും വിക്കിക്ക് വർക്ക് വന്നു. സോ ഇനി അങ്ങോട്ട് ഞാനും വിശായിട്ടും മാത്രമേ ഉള്ളൂ. റൂമിലിരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കാനാണ് ജാനകി റാം ഹോട്ടൽ. സോ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഇഷ്ടം പോലെ തിരക്കുണ്ട്. അതിനിടയിൽ കൂടെ വല്ലതിനും കുത്തിക്കയറ്റി അകത്ത് കയറി. അവിടെ വെറൈറ്റി സാധനങ്ങളാണ്. കരണ്ടി ഓംലെറ്റ്, മട്ടൻ ചുക്ക, ചോറ്, പിന്നെ അല്ലാതെ മട്ടൻ ബ്രെയിൻ ഫ്രൈ, മട്ടൻ കറി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ജാനകി റാം ഹോട്ടലാണ്. മസ്റ്റ് ട്രൈ ആണ് മധുരൈ വരുന്നെങ്കിൽ. കിഡിലെ ഊണാണ്. അത്യാവശ്യം ചെറിയ വിലയുണ്ടെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ കരണ്ടി ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത സാധനമാണ്. വെറൈറ്റി സാധനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചോറ് കഴിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ബിരിയാണി, വിശായിട്ടൻ ചോറ്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. മുട്ടയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ബിരിയാണി. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളായിട്ട് നടന്നു. വഴിയിൽ പിന്നെയും പശുക്കളെയൊക്കെ കണ്ടു. എനിവേസ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ അടുത്ത വിക്കി പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ജ്യൂസ് കുടിക്കാനായിട്ട് പോയി. വിക്കിയുടെ വർക്കൊക്കെ ഒന്ന് ഒതുങ്ങിയോണ്ട് ഞങ്ങൾ നേരെ ചെന്നൊരു ജ്യൂസ് കുടിച്ചു. നല്ല മുസംബി ജ്യൂസാണ്. ഇഷ്ടപ്പെട്ടിട്ട് വിക്കി ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഓർഡർ ചെയ്തു. എനിവേസ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്തു. ദെൻ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സ്വീറ്റ്സ് മേടിക്കണം എന്നൊരു മോഹം വന്നു. സോ ശ്രീ നർസിംഗ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. നല്ല അടിപൊളി സ്വീറ്റ്സ് ആണ് അവിടുത്തെ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി, മൈസൂർ പാക്കും, അങ്ങനെ ഒരുപാട് സ്വീറ്റ്സ്, ലഡ്ഡൂസൊക്കെ പല വെറൈറ്റി. ദെൻ വിക്കി റൂമിലേക്ക് പോയി വർക്കിൻ്റെ കാര്യങ്ങളായിട്ടിരുന്നു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഡിന്നറിന് ഇത്തവണ കറി ദോശ കഴിക്കാനാണ് പോയത്. സോ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്പോട്ടിലെത്തി. കറി ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അകത്ത് കറി ഇട്ടാണ് കറി ദോശ. ഇത് ചിക്കൻ മസാല കറി ദോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശയുടെ മേളിൽ മട്ടൺ നല്ല ചിക്കി പൊരിച്ച് അടിപൊളിയായിട്ട് ഇടുന്ന ഒരു സാധനമാണ്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല മൊരാന്നിരിക്കും. ദെൻ അടുത്ത എഗ് കറി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് മുട്ടക്കറിയാണ്. പക്ഷേ അല്ല, ഇത് വേറൊരു സാധനമാണ്. ചിക്കനും മുട്ടയും മട്ടണും എല്ലാം കൂടെ ഇളക്കിയൊരു സാധനം. അതും സൂപ്പർ ടേസ്റ്റായിരുന്നു. ദോശയുടെ നമ്മുടെ കരി ദോശയിലോട്ട് ഇത് ചേർത്ത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ എഗ് കറി എന്ന് പറഞ്ഞ ഐറ്റം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊത്തിടിയപ്പം പറഞ്ഞു. കൊത്തിടിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിക്കനും കുറച്ച് മട്ടണം എല്ലാം ഇടിയപ്പത്തിനോടിട്ട് കൊത്തിയെടുത്തായിട്ടാണ് ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. ലാസ്റ്റ് മുട്ട ദോശയും കൂടെ പറഞ്ഞു. മുട്ട ദോശയും നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ മധുരയിൽ വരുമ്പോഴത്തേക്കും ഇത്തരം ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള വളരെ മോഹമായിരുന്നു. എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. മട്ടൻ്റെ കോല ഉണ്ട മുതൽ പ്രാവിറച്ചി വരെ എല്ലാ ഐറ്റംസും വെറൈറ്റി ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റി. സാറ്റിസ്ഫാക്ഷനോടുകൂടി റൂമിലെത്തി ഫ്രഷായി. നൗ നമുക്ക് നേരെ തിരിച്ചു പോവാം ട്രിവാൻഡ്രത്തേക്ക്. സോ ഞങ്ങൾ വിക്കീനെ പിക്ക് ചെയ്തു. എല്ലാവരും റെഡിയായി. ഓട്ടോയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്.
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എനിവേസ് ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ടുപിടിച്ച് ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. കയറി കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം എത്തും. എനിവേസ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഓരോ മൊമെൻറ്റും പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. രാവിലെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രം എത്തി. നിയമമൊക്കെ പഴയ പോലെ അല്ല, ഇപ്പം ട്രിവാൻഡ്രം സൗത്ത് ആണ് നിയമം. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ. എനിവേസ് ഞങ്ങൾ വീട്ടിലെത്തി, തിരിച്ചെത്തി, ഹാപ്പിയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാതെ ഇറ്റ്സ് മീ ജിജി സൈനിങ് ഓഫ്. ബൈ.